ഓ ഇവിടെ ഇങ്ങനെ രോമാഞ്ചം വന്നില്ലേ നിങ്ങൾക്ക് വന്നില്ലേ? അല്ലടാ, എനിക്ക് ഈ ശ്വാസം കിട്ടാറില്ല. ഇതെന്താ എനിക്ക് പറ്റിയെന്ന് എനിക്കറിയാം. 15-16 വയസ്സിൽ ഞാൻ അത് ഈസി ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതന്നെ വർഷങ്ങൾക്ക് ശേഷം സരിഗമപാല് 10 വർഷത്തിന് ശേഷം സരിഗമപ്പ ഉണ്ടായി. സരിഗമപാല് പാടുമ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഇൻബോക്സിൽ ഒരു മെസ്സേജ് വന്നു, ചേച്ചി സോനു സർ കമന്റ് ചെയ്തു. വേഗം ഓടിപ്പോയി നോക്കുന്നു, സാറിന്റെ കമന്റ്. ഭയങ്കര സന്തോഷായി. പിന്നെ നെക്സ്റ്റ് ഡേ കാണുമ്പോഴാണ് സോനു നിഗം സ്റ്റാർട്ടഡ് ഫോളോയിങ് യു. എനിക്ക് സന്തോഷത്തിന്റെ വേറെ എവിടെയൊക്കെയോ പോയി. നിരാശ കാമുക ലോകത്തിൽ ഒരു പ്രധാനിയായി ഞാൻ നിന്നു, പരീക്ഷയിൽ ഞാൻ തുന്നം പാടില്ലേ. ഞാൻ എന്റെ കയ്യിലുള്ള 500 രൂപ ഞാൻ അവർക്ക് എടുത്ത് കൊടുത്തു. ആരെയില്ല, പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ, എവിടെയെങ്കിലും പോയിട്ട് വിശ്രമിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ആ പൈസ കൊടുത്തു. അയാളിങ്ങനെ നടന്നു പോയി, നടന്ന് ആ മുന്നിൽ കാണുന്ന ബാറിലേക്ക് കയറിപ്പോയി. ഇതൊന്നും ബ്ലൂപ്പേഴ്സ് ആയിട്ടൊന്നും വരുമല്ലേ? എന്റെ കാര്യം പോയി. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹാർവിയോറ പ്രസൻസ് ചക്കമ്പക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ചക്കമ്പക്കത്തിൽ എനിക്ക് ഒരുപാട് പാട്ടുകളൊക്കെ പാടിത്തരാൻ വേണ്ടി ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് ശ്വേത അശോക്. ശ്വേത ചേച്ചി, വെൽക്കം ടു ദി ഷോ. ഹായ് ചേച്ചി. താങ്ക് യു. നല്ല കളർഫുൾ ആയിട്ടാണല്ലോ വന്നേക്കുന്നത്. യെസ്, ഞാന് വിയറ്റ്നാം ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഈ ഒരു നല്ല കളറുള്ള ഡ്രസ്സ് കണ്ടു, അത് വാങ്ങി. അപ്പൊ നിങ്ങള് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പൊ ഇന്റർവ്യൂവിന് ഈ ഡ്രസ് ഇട്ട് സുന്ദരിയെ വരാൻ നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. താങ്ക് യു. ഓക്കെ, അപ്പൊ ശ്വേത ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രൊഫഷൻ വിട്ടിട്ട് പാഷൻ പ്രൊഫഷൻ ആക്കിയ ഒരാളാണ്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, യൂജീൻ കമ്പ്യൂട്ടർ സയൻസോ, യൂജീൻ BSc ഇലക്ട്രോണിക്സ്, MSc കമ്പ്യൂട്ടർ സയൻസ്, MA മ്യൂസിക്. എന്നിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. എന്നിട്ട് അതൊക്കെ വിട്ടിട്ട് ഒരു ഫുൾ ടൈം മ്യൂസീഷ്യൻ ആവാൻ ആ ഒരു മനോധൈര്യം എവിടെ നിന്ന് കിട്ടി? മനോധൈര്യം, അതായത് നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ ഇനി എന്താ ചെയ്യണ്ടേ എന്നുള്ളൊരു അവസ്ഥ വരുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാനുള്ള ധൈര്യം എനിക്ക് വന്നേ. അതായത് മ്യൂസിക്കില് ഒരു കോഴ്സായിട്ട് ചെയ്യാനൊന്നും എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് വേറെയും കുറെ കാര്യങ്ങൾ ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പഠനത്തിലൊക്കെ ബാക്കിലായതിന്റെ കാരണം കൊണ്ട് എനിക്ക് ഒരുപാട് കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ തീരുമാനിച്ചതാ, ഞാൻ മ്യൂസിക് എടുക്കില്ല, ഞാൻ വേറെ ഏതെങ്കിലും കോഴ്സ് എടുത്ത് പഠിച്ചിട്ട് പിന്നെ വേറെ ഒരു ഫീൽഡിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെയാണ് പിന്നെ ഈ BSc ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും ഒക്കെ പഠിച്ച് വേറെ ഫീൽഡിലേക്ക് പോകാൻ. കോളേജിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഓക്കെ വളരെ ബോറിംഗ് ആണ്, എനിക്കിത് ശരിയാവുന്നത്. ബോറിംഗ് ഇൻ ദ സെൻസ് കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ അതെനിക്ക് വോയിസിന് പ്രശ്നമായി, ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. പിന്നെ കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ കുറെ നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാറ്റേ ഉണ്ടാവും. പാട്ട് പാടുമ്പോ കാറ്റ് മാത്രം വരും. അപ്പൊ ഒരു പാട്ടുകാരിയല്ല, പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം കാറ്റ് വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ആ അവസ്ഥ എനിക്കും വന്ന്. ഇൻസൾട്ട് ആണ് മുരളി, ആ ഒരു ഏറ്റവും കൂടുതൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരാളാണ് ചേച്ചി, അല്ലേ? അതെ. അപ്പൊ അങ്ങനെ വോയിസ് ഇങ്ങനെ കാറ്റ് മാത്രം ആയപ്പോ എനിക്ക് തോന്നി ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, വേറെ എന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന്. അപ്പൊ ഞാൻ മെല്ലെ ഞാൻ എന്ത് ചെയ്തു, ആദ്യമായിട്ട് ഞാൻ ചെയ്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെറുപ്പത്തിലേ ഉള്ള ആഗ്രഹമാണ് എനിക്ക് US സെറ്റിൽ ആവണം. അപ്പോ കാരണം മൻ സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞിട്ടുള്ള ഷോന്റെ വിന്നർ ആയിരുന്നു ഞാൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു മന്ത് ഞങ്ങൾക്ക് US ടൂർ ഉണ്ടായി. അപ്പൊ അങ്ങനെ പോയപ്പോ ഒരു 12 സ്റ്റേജസ് അവിടെ പോയി വന്ന് ആവുമ്പോഴത്തേക്ക് അപ്പം മുതൽ ഞാൻ തീരുമാനിച്ചു അമേരിക്കയിലേക്കാ പോന്നെ എന്നൊക്കെ പറഞ്ഞ് ആ പറയലും ആ സമയത്തുള്ള അവസ്ഥയൊന്നും ഒരു കണക്ഷനേ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അപ്പോഴും നാട്ടിൽ തന്നെ, വേറെ എവിടെയും പോയിട്ടില്ല. എന്റെ വിദ്യാഭ്യാസം ഫുൾ വീട്ടിന്റെ അടുത്തുള്ള കോളേജിലൊക്കെയാണ് നടന്നത്. അപ്പൊ അങ്ങനെ US
പോകണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് മനസ്സിലുണ്ടായല്ലോ. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫ്രസ്ട്രേഷൻ ഉണ്ടായ സമയത്ത് ഞാൻ ഗൂഗിളിൽ പോയിട്ട് US-ലുള്ള മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു 100-200 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മെയിൽ ഞാനിങ്ങനെ തപ്പി കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കിട്ടി. ഞാൻ തന്നെ ഇരുന്ന് CV ക്രിയേറ്റ് ചെയ്തു. അതായത് CV ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യത്തിനുള്ള അച്ചീവ്മെന്റ്സ് എനിക്ക് മ്യൂസിക്കിലുണ്ട്. ഒരു റിയാലിറ്റി ഷോന്റെ വിന്നർ, പിന്നെ AIRB ഹൈ ഗ്രേഡ് B ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ് ഞാൻ സോങ്ങിൽ. അപ്പോൾ കുറച്ച് വർത്ത് ആയിട്ടുള്ള CV എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇത്രയും അച്ചീവ്മെന്റ്സ് ഉള്ളത് കൊണ്ട് ഞാനിരുന്ന് എന്റെ മെയിൽ നോക്കിയാൽ കാണും, ഞാൻ അത് ഇപ്പോഴും എടുത്ത് നോക്കും. അതായത് എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ഓ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയത് എന്നുള്ളത്. കാരണം നമുക്ക് പറഞ്ഞു തരാൻ ആരുമില്ല. അതായത് മ്യൂസിക്കിൽ ഇന്നത് എടുത്തോ, അതായത് ഇതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു തരാനായിട്ട് ആരുമില്ല. ഞാൻ സ്വന്തം കണ്ടുപിടിച്ചതാ. അപ്പോൾ 200ഓളം സാധനങ്ങൾക്കൊക്കെ അയച്ചു കൊടുത്ത് അതിൽ 2 ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ അതിലുള്ള ഒരാള് ലോസ് ഏഞ്ചലസിലുള്ള ഒരു അക്കാഡമിയാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. റൈറ്റ് നൗ ഞങ്ങൾക്ക് ക്ലാസ് ഒന്നുമില്ല, പക്ഷെ ഫ്യൂച്ചറിൽ എന്തായാലും വിളിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒന്നുമില്ല, രണ്ടാമത് അയച്ച അവർക്കും ഞാൻ. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ പിന്നെ ശ്വേത നല്ല CV ആണ്, അപ്പോൾ പിന്നെ നമുക്ക് ക്ലാസ് എടുത്ത് തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ് എടുത്ത് അതാണ് ഞാൻ, അതായത് കോളേജിലുള്ള ജോബൊക്കെ വിട്ട് വേറെ എന്തെങ്കിലും പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അവരെന്നെ US-ലേക്ക് വിളിച്ചു, ഞാൻ ഇനി US-ലേക്ക് താമസിക്കാനുള്ള പ്ലാനില്. ഞാൻ വീട്ടിൽ അമ്മേ അച്ഛാ ഞാൻ US-ലേക്ക് പോവാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു ഉദ്ദേശിച്ചത്. വീട്ടിലിരുന്ന് പഠിപ്പിക്കേണ്ട വന്നു. പക്ഷെ അതെനിക്ക് ഒരുപാട് കണ്ടിന്യൂ ചെയ്യാനായില്ല. അപ്പോഴത്തേക്കും സരിഗമപ ഷോ വന്നു, ഞാൻ പങ്കെടുത്തു. പിന്നെ എന്റെ ലൈഫ് വേറെ വേറെ ഒരു വഴിത്തിരിവിലൂടെയാണ് ലൈഫ് പോയിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ റീസെന്റ് ആയിട്ട് ചേച്ചിയുടെ ഒരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഭയങ്കര വൈറലായിട്ടുള്ള ഒരു റീൽസ്, ഭയങ്കര ഹമ്മിങ് ഒക്കെ പാടി. ഞാൻ ഇന്നത്തെ കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പാടുമ്പോ അങ്ങനെ ഒരു റെസ്പോൺസ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലടാ. അതെന്താ വെച്ചാ എന്റെ ഇൻസ്റ്റാഗ്രാം ഒരു നോർമൽ വ്യൂസ് ഒക്കെ ആയിട്ടൊരു 100K താഴെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ വീഡിയോ പാടിയിട്ട് ലൈവായിട്ട് തന്നെ ആ ഒരു മ്യൂസിക്കിൽ നമുക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള പാട്ടുകൾ പാടുക എന്നുള്ളതാണ്. അതൊരു ടാസ്ക് തന്നെയാണ് മ്യൂസിഷ്യനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ എനിക്ക് അത് ഓക്കെ, എനിക്ക് ഈ ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അത് ജസ്റ്റ് പ്ലേ ചെയ്ത് അപ്പൊ തന്നെ ഇത് പാടാം എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി. ആ വീഡിയോ ഉണ്ടാക്കി 100K 200K 1 മില്യൺ ഒക്കെ. ഈശ്വര, ഓക്കെ ഇത് കൊള്ളാം. അപ്പൊ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇപ്പൊ തന്നെ ഷൂട്ട് ചെയ്യാൻ കുറെ ഇതുപോലെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങൾ പാടി, പോപ്പുലർ ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സാധനങ്ങൾ പാടും. എനിക്ക് കുറെ ലൈക്സ് മാത്രല്ല, സോനു സർ അതിന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉള്ള ഒരു ഇതെന്തായിരുന്നു? അത് എന്താ പറയാ, നമ്മള് ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. പെട്ടെന്നൊരു ദിവസം രാവിലെ എണീറ്റ് ഉടനെ ഇൻസ്റ്റാഗ്രാം നമ്മൾ നോക്കും, ഞാൻ നോക്കും. അപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ആദ്യം നോട്ടിഫിക്കേഷനിൽ പോകും സോനു നിഗം സ്റ്റാർട്ടഡ് ഫോളോയിങ്. അതിന്റെ മുന്നേ ഒരു കാര്യം ഉണ്ടായിരുന്നു, സാർ കമന്റ് ചെയ്തു. ഞാനന്ന് ദുബായിലെ മറ്റേ ഷോ ഉണ്ടായിരുന്ന സമയത്ത് പിന്നെ ഒരു ഇൻബോക്സിൽ ഒരു മെസ്സേജ് വന്നു, ചേച്ചി സോനു സാർ കമന്റ് ചെയ്തു. വേഗം ഓടിപ്പോയി നോക്കുമ്പോൾ സാറിന്റെ കമന്റ് ഭയങ്കര സന്തോഷായി. പിന്നെ നെക്സ്റ്റ് ഡേ കാണുമ്പോഴാണ് സോനു നിഗം സ്റ്റാർട്ടഡ് ഫോളോയിങ് യു. എനിക്ക് സന്തോഷത്തിന്റെ വേറെ എവിടെയൊക്കെ പോയി. അപ്പൊ കുറച്ചും കൂടെ ശുഭാപ്തി വിശ്വാസമായി. നമ്മള് ഈ പ്രാക്ടീസ് ചെയ്യുന്നതിനൊക്കെയുള്ള ഗുണം കാണുന്നുണ്ട്. അപ്പൊ ചേച്ചി, നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും, സോനു സാർ വരെ കമന്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഇത് കേൾക്കണം എന്ന്. നമുക്കത് പാടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാട്ടൊന്ന് പാടിത്തരാനുള്ളതാണ്. നമുക്ക് ആദ്യം അതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ. അപ്പൊ ആ ഹമ്മിങ് നമുക്ക് വേണ്ടിയിട്ട് ചേച്ചി പാടാൻ പോവാണ്. തുടങ്ങിക്കോ.
തൊണ്ട അത്ര ശരിയായില്ല കൂട്ടുകാരെ, ക്ഷമിക്കണം എന്തെങ്കിലും പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു മ്യൂസിക്കൽ ഇന്റർവ്യൂ ആണ്. അപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് നമ്മുടെ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഓഫ് ഇമോഷൻസ് എന്ന് പറഞ്ഞ സെഗ്മെന്റ് ആണ്. ഓക്കെ. അപ്പൊ ഞാൻ കുറച്ച് ഇത് പറയും. അപ്പൊ ചേച്ചിക്ക് അപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട്, അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ചേച്ചിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് പാടണം. ഓക്കെ ഓക്കെ, തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് മഴ. മഴ ഞാനറിഞ്ഞിരുന്നില്ല, എൻ്റെ കണ്ണുനീരെന്നുള്ളിലുതിരും വരെ. വെയിൽ ഞാനറിഞ്ഞിരുന്നില്ല, എൻ്റെ ഉള്ളിൽ നിൻചിരി നേർത്തു പടരും വരെ. ഓക്കെ, നല്ല നല്ല സൗണ്ട്. ഓക്കെ, നിരാശ. നിരാശ. നിരാശ പെട്ടെന്ന് നിരാശ കാമുക ലോകത്തിൽ ഒരു പ്രധാനിയായി ഞാൻ നിന്നു, പരീക്ഷയിൽ ഞാൻ തുന്നം പാടില്ലേ. ഓക്കെ, വേദന. വേദന. വേദന എന്നുള്ള കേൾക്കുമ്പോ പെട്ടെന്ന് വേദന, അതായത് ഞാൻ വേദന എന്ന് കേൾക്കുമ്പോഴാ വേദനയായിട്ട് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും സോങ് പെട്ടെന്ന് ഓർമ്മ വരുന്ന കിട്ടുന്നില്ല. എന്തെങ്കിലും ഏതെങ്കിലും വേദന എന്നുള്ള വാക്ക് വരണമെന്നൊന്നുമില്ല, ബട്ട് അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര സങ്കടം വരുന്ന, വേദന വരുന്ന എന്തെങ്കിലും. അതായത് എനിക്ക് ഈ പാട്ട് ഒരുപാട് ഇമോഷണൽ കുറെ പാട്ടുകൾ ഉള്ളത് കൊണ്ടേ, ഹൃദയത്തിൻ മധുപാത്രം. അത് ഞാൻ കോളേജ് ഡേയ്സിലൊക്കെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഹൃദയത്തിൻ മധുപാത്രം. സോ എൻ്റെ ഫ്രണ്ടിനും കൂടെ ഡെഡിക്കേറ്റ്, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് ആണല്ലേ. ആതിര, സൂരജ്, റിബിൻ ആണ് എൻ്റെ മെയിൻ സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ചേച്ചി പാടുന്നത്. ഓക്കെ. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീൻ, ഋതുദേവതയായരികിൽ നിൽക്കെ, നീ എന്നരികിൽ നിൽക്കേ. എനിക്ക് അതായത് വേദന ഇൻ ദ സെൻസ് ആ സമയമൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനിയും ഉണ്ടാവില്ല, കിട്ടാത്ത ഒരു ഓർമ്മകളായിട്ടുള്ള. അവര് മിസ് ചെയ്യുന്നുണ്ടോ? അയ്യോ, പക്ഷെ ഇപ്പോഴും കോണ്ടാക്റ്റിലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ വലുതായി, ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ, കണക്ഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്, സംസാരിക്കും, കാണും. പക്ഷെ എന്നാലും ആ സമയത്തുണ്ടായ സന്തോഷം, കളിചിരികളൊന്നും ഇപ്പൊ ഇല്ല. കോളേജ് ടൈം വിഷയങ്ങളൊക്കെ മാറി. ഓക്കെ, അപ്പൊ അടുത്തത് കാറ്റ്. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവൻ്റെ ജീവനിരിപ്പോ. കാറ്റേ നീ വീശരുതിപ്പോൾ, കാറേ നീ പെയ്യരുതിപ്പോൾ, ആരോമൽ തോണിയിൽ എൻ്റെ ജീവൻ്റെ ജീവനിരിപ്പോ. ദേഷ്യം. ദേഷ്യം. ദേഷ്യമുള്ള പാട്ടില്ല ആക്ച്വലി. അങ്ങനെയല്ല, ദേഷ്യം ആ ഒരു ഇമോഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അത് ജസ്റ്റ് ഞാനൊരു കോമ്പറ്റീഷൻ സെൻസിൽ പറയാം. കോമ്പറ്റീഷൻ തന്നെ റിയാലിറ്റി ഷോയിൽ ഞാൻ പാടുമ്പോൾ അതിലൊരു ദേഷ്യം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. അംഗോപാംഗം സ്വരമുഖരം ദ്രുതചലനം ആളുമീ ഹോമാഗ്നിയിൽ എൻ ജന്മമേ നീ ഹവ്യമായി, ഗോപികാരമണ രൂപമേ നെഞ്ചിലുണരൂ, അഭിനവ സഭ ഇതിൽ നൊന്തു പാടുമേ ശ്യാമ കന്യയിൽ കനിയൂ, അടിമലരിണകളയകത്താരിൽ അണിയുന്ന വരവീണ ഇവളെന്നും അംഗോപാംഗം സ്വരമുഖരം. അതെന്നുവെച്ചാ ദേവാസുരം എന്ന് പറഞ്ഞുള്ള മൂവിയില് രേവതി മാം ഒരു ഭയങ്കര സങ്കടം ദേഷ്യത്തിലൊക്കെ പാടുന്ന പാട്ടാണ്. അത് റിയാലിറ്റി ഷോയിൽ പാടിയിട്ടുണ്ട്. ഞാൻ പാടിയിട്ടുണ്ട്. ഞാൻ ഏതിലാ പാടിയ, ഇതില് മഞ്ച് സ്റ്റാർ സിംഗറിലും പാടിയിട്ടുണ്ട്, സരിഗമപാലും ഞാൻ പാടിയിട്ടുണ്ട്. അത് കോമ്പറ്റീഷന് പിന്നെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള സോങ് ആണ്. ഇങ്ങനെ ശ്വാസം എടുത്ത്
തഴേന്ന് ഇങ്ങനെ ജമ്പ് ചെയ്ത് പാടുന്ന ശ്രദ്ധിച്ചില്ലേ കയ്യിൽ നിന്ന് പോകും. അത് അന്ന് റിയാലിറ്റി ഷോയിൽ പാടിയപ്പം ജഡ്ജസിന്റെ ഒക്കെ കോമന്റ്സ് എന്തൊക്കെയായിരുന്നു? നല്ല അതായത് മൺ സ്റ്റാർ സിംഗറിലുള്ള സമയത്ത് ഞാനത് കുറച്ചും കൂടെ വൃത്തിയിൽ പാടിയിട്ടുണ്ടായിരുന്നു. മൺ സ്റ്റാർ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഞാൻ കറക്റ്റായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യായിരുന്നു. പിന്നെ വലുതായപ്പോഴായി മാറ്റി അതെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാണ്ട് ഡെയിലി നല്ല കുട്ടിയായിട്ട് ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് വിചാരിച്ച സംഗതികളും പ്ലാൻസ് ഒക്കെ തൊണ്ടയിൽ വരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഇപ്പോഴാണ് കുറച്ചും കൂടെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ആയിട്ട്. ആ സമയത്ത് ആ ഒരു ദേവഗന്ധർവരാജ പൂജിതം നാട്യ മണ്ഡപം നീച ജന്മങ്ങൾ പാടിയാടുന്ന വേദിയാകുന്നുവോ മനസ്സിൽ, അത്രയും സാധനം ഒറ്റ ശ്വാസത്തിൽ പാടണം. ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ടെൻഷൻ ഉണ്ടാവും, കുറെ ആൾക്കാർ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള തോട്ടൊക്കെ വരുന്ന സമയത്ത് യൂഷ്വലി നമുക്കത് പറ്റിയെന്ന് വരില്ല. പക്ഷെ ആ സമയത്ത് 15-16 വയസ്സിൽ ഞാൻ അത് ഈസി ആയിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. അതന്നെ വർഷങ്ങൾക്ക് ശേഷം സരിഗമപാല് 10 വർഷത്തിന് ശേഷം സരിഗമപ ഉണ്ടായി. സരിഗമപാല് പാടുമ്പോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതാ പ്രാക്ടീസിന്റെ കുറവ്. അതാണ് അംഗഭാഗം ദേഷ്യം വരുമ്പോ. അടുത്തത് ഉറക്കം. ഉറക്കം വരുമ്പോ ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ. ഇപ്പൊ അടുത്ത് ആലിയ ഭട്ട് അവരുടെ മോളിലെ പാടി ഉറക്കാൻ വേണ്ടിട്ടൊക്കെ ഉറക്കാൻ വേണ്ടിട്ട് ആ പാട്ടാ പാടുന്നേ. രൺബീർ കപൂർ ഇപ്പൊ ഭയങ്കര ആ പാട്ട് പാടുക ഇതായെന്നൊക്കെ പറയുന്നത്. ആ ഒരു ട്രെൻഡ് ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് എനിക്ക് ഈ പാട്ട് ഓർമ്മ വന്നത്. ഓക്കെ, ഇനി അടുത്തത് മാപ്പ്. മാപ്പ് അല്ല എനിക്ക് മാപ്പ് ഈ ഒരു പാട്ട് ഓർമ്മയുണ്ട്. പക്ഷെ പെട്ടെന്ന് എനിക്ക് വന്നത് ഞാൻ മാപ്പു നൽകേണം മൂകരാം ഞങ്ങൾക്ക് എന്നുള്ളൊരു ക്രിസ്ത്യൻ ഡിവോഷനിൽ ഞാൻ പാടാം. അതിൽ മാപ്പ് നൽകണം എന്നുള്ളൊരു പാട്ടുണ്ട്. പക്ഷെ മാപ്പു നൽകൂ പറഞ്ഞിട്ടുള്ള പാട്ട് രാക്ഷസിയ താമസിച്ചാൽ രാക്ഷസി. എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി, സമ്മതമായി ചേർന്നു നിന്നാൽ ഉമ്മ തരാം രാക്ഷസി. തുടക്കമിട്ടില്ലേ പെണ്ണെ അടുത്ത് വന്നൊന്ന് നിന്നാട്ടെ, പിണക്കമെന്താണ് നിന്നെ നിഴലടക്കണതെന്താണ്, അടുത്ത് വന്നാട്ടെ എൻ കരളിൽ താമസിച്ചാൽ മാപ്പ് തരാം രാക്ഷസി. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞു. നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് വരാം. യെസ്. അപ്പം ആദ്യമായിട്ടൊരു പബ്ലിക് സ്പേസിൽ പാടുമ്പോ കിട്ടിയ അപ്രിസിയേഷൻ അതൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യമായിട്ട് ഞാൻ ഒരു പബ്ലിക് പ്ലേസ് അതൊന്നും കുഴപ്പമില്ല. അല്ല എന്തായാലും കറക്റ്റാ, പ്രശ്നമൊന്നുമില്ല, ആൾക്കാർക്ക് മനസ്സിലായി. അതായത് വളയം എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളില് സബ് ജില്ലാ കലോത്സവം നടക്കാൻ ഞാൻ കല്ലാച്ചി ഗവൺമെന്റ് UP സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ UP സ്കൂളിൽ ഞാൻ എത്ര 2ാം ക്ലാസ്സിലോ 1ാം ക്ലാസ്സിലോ ഒറ്റ പഠിക്കുന്നത്. അപ്പോൾ അമ്മ എന്നെ പൂത്തിരുവാതിര തിങ്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ലളിതഗാനം പഠിപ്പിച്ചു. പിന്നെ സത്യൻ മാഷ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു മാഷുണ്ട്, മാഷ് ഇപ്പം ഇല്ല. അപ്പോൾ മാഷിൻ്റെ ഒരു കവിത ഉണ്ടായിരുന്നു, കൂനനുറുമ്പിന് വീടുണ്ടാക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള. ആ 2 പാട്ടുകൾ ഞാൻ സ്റ്റേജിൽ ആ സബ് ജില്ലാ കലോത്സവത്തിൽ കോമ്പറ്റീഷനിൽ മത്സരത്തിൽ ഇങ്ങനെ പാടുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. കൂനനുറുമ്പിന് വീടുണ്ടാക്കാൻ കുന്നത്തെ തനിമരം വെട്ടിക്കുഴിയാനെ കൊണ്ടു വലിപ്പിച്ചു, കുന്നു കയറി ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കുഞ്ഞി കവിത. അപ്പൊ അത് പിന്നെ പൂത്തിരുവാതിര തിങ്കൾ തുടിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, നല്ല ചിത്രശേഷിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ലളിതഗാനം. ഇതൊക്കെ അമ്മ എങ്ങനെയാ പഠിപ്പിക്കുക? അമ്മ രാവിലെ ടേപ്പ് റെക്കോർഡർ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിരുന്ന് ഞാനിങ്ങനെ എനിക്കാണെങ്കിൽ എണീക്കാനും ഉണ്ടാവില്ല. ഞാൻ എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞിട്ട് മടിയുള്ളൊരു ടൈപ്പ്. അമ്മ എണീക്ക് എന്ന് പറഞ്ഞ് അടുക്കളയിൽ കൊണ്ടുപോയി ഇരുത്തും. അവിടെ ഒരു ഇരിക്കാനുള്ള ഒരു ഇതുണ്ട്, കോണി എന്നാ പറയാ, അതിന്റെ മേലെ ഇരിക്കും. ഞാനിങ്ങനെ ഇരിക്കും, അമ്മ എനിക്ക് പാട്ട് പാടിത്തരും. അമ്മ പാടുവോ? അമ്മ പാടുമായിരുന്നു.
പക്ഷെ ട്രെയിൻഡ് ഒന്നും അല്ല, പക്ഷെ നന്നായിട്ട് പാടും. പാടും. അമ്മയാണ് എന്നെ ഈ പാട്ടൊക്കെ പഠിപ്പിച്ചു തരിക. അപ്പോൾ അങ്ങനെ കുറെ ഓർമ്മകൾ. അതാണ് ഫസ്റ്റ് പബ്ലിക് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ ഞാൻ പോയിട്ട് പാടിയ പ്ലാറ്റ്ഫോം ഇൻ ദ സെൻസ് സ്റ്റേജിൽ നമ്മള് യൂത്ത് എത്ര ക്ലാസ്സിൽ പഠിക്കുമ്പോൾ? 2ാം ക്ലാസ് പഠിക്കുമ്പോൾ. എന്നെ 4 വയസ്സിൽ അപ്രിസിയേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ ആ ചെറുപ്രായത്തില്? അപ്പോൾ എൻ്റെ മാഷിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. സത്യമാഷ് എൻ്റെ മ്യൂസിക്കിൽ എൻ്റെ ഗുരു രാമചന്ദ്രൻ സാറിനൊക്കെ പിന്നെ എന്നെ ഭയങ്കര കാര്യമാണ്. പാട്ടൊക്കെ പാടുന്നത് കൊണ്ട് എല്ലാവരെയും വിളിച്ച് കൊണ്ടുപോകും പ്രോഗ്രാംസിനും. റേഡിയോ സ്റ്റേഷനിലുള്ള പ്രോഗ്രാം, പിന്നെ അമ്പലങ്ങളിലും പിന്നെ സ്കൂളിലൊക്കെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ഉണ്ടാവും, അതിനൊക്കെ എന്നെ വിളിച്ചു കൊണ്ടുപോകും. അപ്പോഴൊക്കെ അപ്പം മുതലേ ഞാൻ പാടുന്നുണ്ട്. അതായത് ഞാൻ 4 വയസ്സിലാണ് 1ാം ക്ലാസ് ചേർത്ത്. വീട്ടില് പഠിച്ചിട്ടില്ല? ഇല്ല നേരെ 1ാം ക്ലാസ്സിൽ. അംഗൻവാടിയിലും പോയിട്ടില്ല, LKG UKG പോയിട്ടില്ല, നേരിട്ട് 1ാം ക്ലാസ്സിലേക്ക് ചേർത്തു. എന്നുവെച്ചാ പിന്നെ ചേച്ചിയും ഞാനും 1.5 വയസ്സിന്റെ വ്യത്യാസം. അപ്പോ ഭയങ്കര അടിയായിട്ട് ചേച്ചീനെ ചേർത്ത അടുത്ത കൊല്ലം തന്നെ എന്നെയും, അതായത് നമ്മളെ നേരത്തെയാ ചേർത്ത. അപ്പൊ 4 വയസ്സിൽ 1ാം ക്ലാസ്സിലായിരുന്നു. അപ്പൊ 6ാമത്തെ വയസ്സിൽ 3 വയസ്സിൽ ഞാൻ പ്ലേ സ്കൂളിൽ. അതെ, അപ്പൊ അത്രയും നേരത്തെ സ്കൂളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് മുതലേ ഇതൊക്കെ തന്നെയാണ്. ഭയങ്കര അടിയാണ് ചേച്ചി. ഇപ്പൊ നമുക്കിപ്പോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ നമ്മുടെ ആവേശത്തിലെ സോങ് ഇല്ലേ ഇല്ലുമിനാറ്റി, അത് ലൈക് മാപ്പിളപ്പാട്ട് രീതിയിലും പിന്നെ ഡിവോഷണൽ സോങ് ഒക്കെ ആയിട്ട് പാടുന്ന, അത് ചേച്ചി കേട്ടായിരുന്നോ? ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ചെറിയൊരു ടാസ്ക് തരട്ടെ. ആ പാട്ട് വേണ്ട ചേച്ചി, ഒരു പാട്ട്, ആ പാട്ട് ചേച്ചി വേറെ ഏതെങ്കിലും ചേച്ചിയുടെ ആയിട്ടുള്ള സ്റ്റൈലിലോ ശൈലിയിലോ എങ്ങനെയാന്ന് വെച്ചാല് ഇഷ്ടമുള്ള പാട്ട് ചേച്ചിക്ക് എന്നെ സെലക്ട് ചെയ്യാം. നിങ്ങളൊരു പാട്ട് പറഞ്ഞത് ഞാനത് പറഞ്ഞോളാം. മേറ് പറ, ഞാനത് പറഞ്ഞത്. ഈ ടാസ്ക് മേറിലിരിക്കട്ടെ. ഏത് പാട്ട് വിളിക്കും? ഒരു പാട്ട് പറഞ്ഞോ. എനിക്ക് കുറച്ച് ഈസി ടാസ്കായി. അയ്യോ, ഒരു സ്ലോ സോങ് തരാം ചേച്ചി. അത് ഇഷ്ടമുള്ള ചാന്ത് പൊട്ടിലെ ഏതാ? ചാന്ത് പൊട്ടിലെ ചാന്ത് കുടഞ്ഞൊരു. ആ ചേച്ചിക്ക് അത് ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെയാന്ന് വെച്ചാല് മാപ്പിളപ്പാട്ടാക്കണം അല്ലേ? അല്ല, ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏത് സ്റ്റൈൽ വേണമെങ്കിലും ആക്കാം. ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്. ഇപ്പം ഇലുമിനാറ്റി ആണെങ്കിൽ ഡിവോഷണൽ സോങ്ങിലൊക്കെ ഭയങ്കര വൈറലായതായിരുന്നു. അതുപോലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, ഉറങ്ങുന്ന പാട്ടാക്കട്ടെ. പിന്നെന്താ വരി? എന്താ? ചാന്ത് കുടഞ്ഞൊരു പൊട്ട് തൊടുന്നൊരു മാനം തീരത്ത്. വരി എടുത്ത് പാടാൻ കിട്ടുന്നില്ല. ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്ത്, പൊട്ടു തൊടുന്നൊരു നാണം തീരത്ത്, നെഞ്ചോടു നിശ്വാസത്തിൻ കാറ്റത്ത്, എന്നിലെ എന്നെ അറിഞ്ഞ അരികത്ത്. റൊമാൻറ്റിക് സമയം താരാട്ടാക്കി. നമ്മുടെ ഇപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞ പാട്ടില്ലേ ബനാനെ, അതും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? റെഡി? റെഡി. 1 2 3. ഹേ ബനാനെ ഒരു പൂ തരാമോ, ഹേ ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിനാൾ വരണ്ടേ, ആളിരുന്നാൽ കയ്യിൽ കായ് വരണ്ടേ. ഹൈ ഏ ബനാനെ ഒരു പൂ തരാമോ, ഏ ബനാനെ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിനാൾ വരണ്ടേ, ആളിരുന്നാൽ അതിൽ കായ് വരണ്ടേ. എന്റെ ഒരു കഴിവ് കില്ലാടി തന്നെ. അതെ അതെ. ഈശ്വര, എനിക്കിപ്പൊ ചീത്ത കിട്ടും. ഓക്കെ, അപ്പൊ നമുക്കിനി ചെറിയൊരു സെഗ്മെന്റിലോട്ട് പോവാം. ഓക്കെ, ഈ സെഗ്മെന്റിന്റെ പേരാണ് പാട്ട് പാടുമ്പോൾ. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ പാട്ട് പാടുമ്പോ തുടങ്ങാം, സെഗ്മെന്റ് തുടങ്ങാം. പാട്ട് പാടുമ്പോ സെഗ്മെന്റ് തുടങ്ങാം. ഓക്കെ, പാട്ട് പാടുമ്പോൾ ഏറ്റവും കൂടുതൽ ചലിക്കുന്ന ശരീരാവയവം? തൊണ്ട. ചുണ്ടോ? ഞാൻ വെറുതെ ചോദിച്ചാ ചേച്ചിയുടെ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടെ, അത് ചുണ്ട് യൂസ് ചെയ്യണ്ടാത്ത വേർഡ്സ്.
ഇതിലെവിടെയാ ചുണ്ട്? ഇല്ല, ചുണ്ടില്ല. ചുണ്ടേ ഇല്ല. അത് പാടിത്തരാം, പാടിത്തരാം. അത് ഞാൻ ഏറ്റവും ആദ്യം എന്റെ ഇൻസ്റ്റഗ്രാമില് എന്റെ പരിപാടികൾ ഈ പാട്ട് വെച്ചിട്ടാ തുടങ്ങിയെന്ന് തോന്നുന്നു. ഓ, ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ രോമാഞ്ചം വന്നില്ലേ നിങ്ങൾക്ക്? അല്ലടാ, എനിക്ക് ഈ ശ്വാസം കിട്ടാറില്ല. ഇതെന്താ എനിക്ക് പറ്റിയെന്ന് എനിക്കറിയില്ല. എന്റെ ഐശ്വര്യം. ഞാനേ അതിന്റെ വേറൊരു പാർട്ടുണ്ട്, അവിടെ അങ്ങനെ ശ്വാസം വിട്ടിട്ടെടുക്കും. അങ്ങനെ എനിക്ക് കിട്ടാറുണ്ടോ? എനിക്ക് ഇത് കിട്ടാറില്ലായിരുന്നു. നമുക്ക് ഒരുപാട് പാട്ടൊക്കെ പാടി തന്നു ചേച്ചി. ഇനിയും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടട്ടെ, എല്ലാം ആശംസിക്കുന്നു. എനിക്ക് ഈ ഇടയ്ക്കായിട്ടുള്ള പറ്റിയൊരു അമളി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അമളി നമ്മളായിട്ട് ഷെയർ ചെയ്യാം. അതായത് ഞാന് എല്ലാരെയും വേഗം വിശ്വസിക്കും. വിശ്വസിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ വഴിയോരത്ത് പോകുന്ന ആൾക്കാരെ കണ്ടാൽ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ സങ്കടം ആയി ഞാൻ വീട്ടിൽ നിന്ന് കോഴിക്കോട് നിന്ന് വടകരയെന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വരുന്ന ടൗൺ ഹാൾ സ്റ്റേഷൻ നോർത്ത് സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ എൻ്റെ ഊബറിന് വെയിറ്റ് ചെയ്യുന്നതാണേ. അപ്പോൾ ഊബറിന് വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര ക്ഷീണമായിട്ടുള്ളൊരു ചേട്ടൻ, ഭയങ്കര അവരെ കാണുമ്പോൾ തന്നെ വേർത്തിങ്ങനെ കുളിച്ച് ഇങ്ങനെ കണ്ണൊക്കെ ചോന്ന് എന്തെല്ലോ ആയിട്ടാണുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് അവർ ചോദിച്ചു, പിന്നെ അവർ ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. എക്സ്ക്യൂസ് മീ, പിന്നെ യു ഹാവ് സം മണി, ഐ ലോസ്റ്റ് മൈ വാലറ്റ്, സോ ക്യാൻ യു ഗിവ് മീ സം മണി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ തരാം. എനിക്ക് പെട്ടെന്ന് സഹായം നീട്ടാനുള്ളൊരു മനസ്കഥ ഭയങ്കര കൂടിപ്പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ലെറ്റ് മീ ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബാഗിൽ നോക്കി. അപ്പോൾ അവർ ഗൂഗിൾ പേ ഒക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ ഗൂഗിൾ പേ ഞാൻ അങ്ങനെ അയക്കുന്നില്ല എന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ എന്താ പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാൻ വിചാരിച്ചിട്ട് പ്ലീസ് വെയിറ്റ്, ഞാൻ ഇപ്പം തരാമെന്ന് പറഞ്ഞു. തരാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവരെന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബാഗിൽ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് ചില്ലറ പൈസയൊന്നും ഇല്ലേ. അപ്പോൾ പിന്നെ ചില്ലറ പൈസ എന്തെങ്കിലും 10, 20, 50 അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാനാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സങ്കടമായി എനിക്ക്. അപ്പോൾ പിന്നെ നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഗൂഗിൾ പേയുള്ള പൈസയും ആകെയുള്ളത് 500 രൂപ മാത്രമാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഇവരെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ അവരെന്നെ വെയിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഒരാളെ മനുഷ്യനെ കാത്തു നിപ്പിച്ചിട്ട് ഒന്നുമില്ല, എൻ്റെ അടുത്ത് പൈസ ഇല്ല എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ കയ്യിലുള്ള 500 രൂപ ഞാൻ അവർക്ക് എടുത്ത് കൊടുത്തു. ആരെയില്ല, പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ, എവിടെയെങ്കിലും പോയിട്ട് വിശ്രമിച്ചോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ആ പൈസ കൊടുത്തു. സന്തോഷമായിട്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഊബർ വരുന്നില്ല. ഊബർ ഇങ്ങനെ കുറേ ടൈം എടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അയാൾ എന്നെ കണ്ടപ്പെട്ടു. അയാൾ ഇങ്ങനെ നടന്നു പോയി, നടന്ന് ആ മുന്നിൽ കാണുന്ന ബാറിലേക്കൊക്കെ കയറിപ്പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനായിരുന്നു ഞാൻ കൊടുത്തേ സഹായം. അപ്പം അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ആൾക്കാര് പിന്നെ പൈസ ചോദിച്ച് വരുന്നത് ആക്ച്വലി അവരെ ആവശ്യം ഇതൊക്കെയാണ്. അവര് വേഗം പോയിട്ട് ആ ബാറിലേക്ക് അങ്ങ് കയറിപ്പോയി. ഞാനവിടെ നോക്കി നിന്ന് ചമ്മിപ്പോയി. അത്ര എനിക്ക് ഒരു പാവൊരപ്പാപ്പൻ പൈസ വന്നപ്പം നമ്മള് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ തൊട്ടപ്പുറത്താണെങ്കിൽ ആരോ കൊടുക്കാണ്ടിരുന്നപ്പോ അവര് ചീത്തയൊക്കെ പറയുന്നുണ്ട്. ലൈക് ചിലപ്പോ അവർക്ക് അറിയായിരിക്കും പുള്ളി അങ്ങനെ ആയിരിക്കും. ഈ പുള്ളി എന്നിട്ട് പിന്നെ അങ്ങനെ നേരെ പോയിട്ട് ഷാപ്പിൽ പോയി ഇതൊക്കെ വാങ്ങിച്ചിട്ടൊക്കെ. അപ്പൊ ഞാനിങ്ങനെ ഓക്കേ, അതാണ് ഇങ്ങനത്തെ ആൾക്കാർ. അപ്പൊ എല്ലാരും പറയും പൈസ കൊടുക്കണ്ടെന്ന് പറയും. പിന്നെ വേറൊരു സംഭവം, വേറെ ഇതൊന്നുമില്ല, ഇതേപോലെ തന്നെ പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും ഭക്ഷണം കഴിച്ച് വരുന്ന. അപ്പോൾ വരുമ്പോൾ ഒരു 2 ആണുങ്ങൾ വന്നിട്ട് നമ്മളടുത്ത് പറയാ, പിന്നെ ഞങ്ങളടുത്ത് പൈസ ഇല്ല, പിന്നെ പൈസ പോയിന്നോ, പണിയൊന്നുമില്ല, ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവാൻ പൈസ ഇല്ല, എന്തെങ്കിലും പൈസ തരുമോ. അപ്പോൾ നമ്മളെ കയ്യിലാണെങ്കിൽ ചില്ലറ പൈസ ഒന്നുമില്ല. അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചു, പിന്നെ ഇവർക്ക് ഫുഡ് വാങ്ങിക്കൊടുക്കാന്ന്. അപ്പോൾ പിന്നെ കുറേ ഹോട്ടലൊന്നും കിട്ടുന്നില്ല. ആ ഹോട്ടലിൽ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു. അപ്പോൾ ആ മുന്നിൽ കാണുന്ന ഇവിടെ പോയിട്ട് 2-3 പെണ്ണുങ്ങളും കുറേ കുട്ടികളും കുറേ ഈ 2 ആണുങ്ങളുള്ളൂ. അവർ 10-12 പൊറോട്ടയും 2-3 കറിയൊക്കെ വാങ്ങി ഞങ്ങൾ അവർക്ക് കൊടുത്തു. അപ്പൊ അതും വാങ്ങി, അല്ല ഞങ്ങൾക്ക് പൈസയും കൂടെ വേണം എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് എവിടെയുള്ളൊരു കടയിൽ പോയിട്ട് അവർക്ക് ഗൂഗിൾ പേയിൽ ഞങ്ങൾ അയച്ചു കൊടുത്ത് അവരോട് ക്യാഷ് വാങ്ങി 300 രൂപ കൊടുത്തു.
അതും എടുത്ത് അവര് പോന്ന കണ്ടു എവിടേക്കാ പോയെന്നൊന്നും അറിയില്ല. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ട് ഇങ്ങനെ ക്യാഷ് ഒക്കെ കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കും. പാവല്ലേ, കുട്ടികളൊക്കെ ഉള്ളല്ലേ, കുറച്ച് സഹായഹസ്തം കൂടുതലാണ്. അപ്പം ഇനി അങ്ങനത്തെ അമളികളൊന്നും പറ്റാണ്ടിരിക്കട്ടെ. ഇനി നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. Thank you, Meher. Thank you, Milestone Makers and Meher, for the beautiful interview session.